ഇന്ന് ഞാൻ ഒരു റവ കേസരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവയുടെ അളവാട്ടോ പറയുന്നത്. ആദ്യം നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ഒന്ന് നെയ്ക്കകത്ത് വറുത്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ നെയ്യൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ഒന്ന് നെയ്ക്കകത്ത് വറുത്തെടുക്കാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ പക്ഷേ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഞാനൊരു 10 കാഷ്യൂ നട്ട്സും പിന്നെ കുറച്ച് കിസ്മിസേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പം ഇപ്പം ഇതായിട്ടുണ്ട്. ഞാൻ കോരി മാറ്റുവാണേ. ഇനി ഇതേ നെയ്യിൽ തന്നെ ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് വറുത്തെടുക്കണം. അത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടിട്ട് വേണം വറക്കാൻ. അല്ലെങ്കിൽ നിറമൊന്നും മാറരുത്. പക്ഷെ നല്ലൊരു മണം വരും ഈ നെയ്യിൽ ഈ റവ വറുത്ത് കഴിയുമ്പോൾ. ഇതൊരു 5 മിനിറ്റോളം എടുക്കും കേട്ടോ. ഈ റവ വറുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു 2.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ 240 ml കപ്പിലാണ് റവ അളന്നെടുത്തത്. അപ്പം അതേ കപ്പിൽ തന്നെ ഒരു 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് ഞാൻ 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം റവ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ. അപ്പം തിളച്ച വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പം റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 1.25 കപ്പ് പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി പഞ്ചസാര നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇപ്പം കുറച്ചും കൂടെ മധുരം വേണമെങ്കിൽ കൂടുതലിടാം. അതല്ല കുറച്ച് മതിയെങ്കിൽ ഒരു കപ്പൊക്കെ ഇട്ടാൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ലൂസാവും കേട്ടോ. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 തുള്ളി ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഞാനാണെങ്കിൽ ഇതിനകത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം പഞ്ചസാരയൊക്കെ ഉരുക്കി അതൊക്കെ ഒന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് നെയ്യാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഇതിനകത്ത് 1/2 കപ്പ് നെയ്യ് ഉപയോഗിക്കും. അപ്പം ഞാൻ കുറേശ്ശെ 2-3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാനിപ്പം ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കഴിഞ്ഞ് പിന്നെ അടുത്തത് ചേർക്കും. അങ്ങനെ 3 പ്രാവശ്യമായിട്ടാട്ടോ ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നെയ്യ് നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ ഇത്രയും ചേർക്കണ്ട. കുറച്ച് ചേർത്താൽ മതി. ഒരു 1/4 കപ്പൊക്കെ ചേർത്താൽ മതി കേട്ടോ. പക്ഷേ കൂടുതൽ നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കണ്ടോ, ഇപ്പം എല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് എല്ലാം കൂടെ ഒരുമിച്ചായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ പാകം. ഇത് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റവ കേസരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്